എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 6, 2025 വെള്ളിയാഴ്ചയാണ്. ഇന്ന് പ്രവാസികൾ ഗൾഫ് നാടുകളിൽ ഈദ് ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ചില ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് നീങ്ങാം. ഇന്ന് ജൂൺ 6 ഞാൻ പറഞ്ഞു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഇന്ന് വർഷത്തിലെ 157ാമത്തെ ദിവസമാണ്. 1523 കൽമാർ യൂണിയന് അന്ത്യം കുറിച്ചുകൊണ്ട് ഗുസ്താവ് വാസ സ്വീഡന്റെ രാജാവായത് ഇതേ ദിവസമായിരുന്നു. 1683 ലോകത്തെ ആദ്യ സർവകലാശാല മ്യൂസിയമായ അഷ്മോലിയൻ മ്യൂസിയം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ പ്രവർത്തനം ആരംഭിച്ചതും ഒരു ജൂൺ 6 ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് അനൂപ് PK ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ നേരുകയാണ്. ഒമാനിൽ സലാലയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് അനൂപ് PK എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേരുകയാണ് അദ്ദേഹത്തിന്. 1752 മോസ്കോ നഗരത്തിന്റെ 1/3 ഭാഗം അഗ്നിക്കിരയായത് 1752 ജൂൺ 6 1808 നെപ്പോളിയന്റെ സഹോദരൻ ജോസഫ് ബോണപ്പാർട്ട് സ്പെയിനിന്റെ രാജാവായതും ഇതേ ദിവസമായിരുന്നു. 1844 യങ്മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ YMCA ലണ്ടനിൽ സ്ഥാപിതമായതും ഇതേ ദിവസമായിരുന്നു. മറ്റൊരു പിറന്നാൾ ആശംസ നേരാനുള്ളത് ഷിജു വിളയിലിനാണ്. കൊട്ടാരക്കര മുസ്ലിം സ്റ്റേറ്റിലുള്ള മികച്ചൊരു ക്രിക്കറ്റ് പ്ലെയർ കൂടിയായിട്ടുള്ള സഹോദരൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിജു വിളയിലിന്, ഷിജുവും ഷൈജുവും സഹോദരങ്ങൾ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ്. ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ബക്കർ അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട പ്രൊഫൈൽ, അദ്ദേഹം തോറ്റുപോയവർക്ക് ഒപ്പം എന്ന മുദ്രാവാക്യത്തോടെ വളരെ സ്നേഹത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന മികച്ച വളരെ സജീവ സാന്നിധ്യമായ പ്രിയപ്പെട്ട ബക്കർ അബ്ദുള്ളയ്ക്കും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. മറ്റു വിശേഷങ്ങളിലേക്ക്. ഇന്നത്തെ മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്ത, ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം അപകടത്തിൽപ്പെട്ടതും അച്ഛൻ മരണപ്പെട്ടതുമായൊരു വാർത്തയാണ്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ചേരുന്നു. അല്പം മുമ്പ് ആ ന്യൂസ് MyFMലൂടെ ബ്രേക്കിംഗ് ആയി പങ്കുവച്ചിരുന്നു. തീർച്ചയായും വേദനിപ്പിക്കുന്ന വാർത്തയാണ്. തമിഴ്നാട്ടിൽ വെച്ചാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ ആ വാർത്തയിൽ നിന്ന് വ്യക്തമാണ്. ഇന്നത്തെ മറ്റ് ചരിത്ര സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ 1946 ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഓഫ് അമേരിക്ക ന്യൂയോർക്കിൽ രൂപീകരിക്കപ്പെട്ട ദിവസം ഇന്നാണ്. 1946 തന്നെ സോവിയറ്റ് യൂണിയൻ അർജന്റീനയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചതും ഇതേ ദിവസമായിരുന്നു. 1956 സിംഗപ്പൂരിന്റെ ആദ്യ മുഖ്യമന്ത്രി ഡേവിഡ് മാർഷൽ രാജിവെച്ചതും ഇന്നായിരുന്നു. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പിറന്നാൾ നമുക്ക് ആശംസിക്കാനുള്ളത് പ്രിയപ്പെട്ട സുനിൽ KSനാണ്. ജോലിയുടെ തിരക്കുകൾക്കിടയിലും വളരെ സജീവമായി തന്നെ നവമാധ്യമങ്ങളിൽ ഇടപെടൽ നടത്താറുള്ള പ്രിയപ്പെട്ട സുനിൽ KSന് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഒപ്പം അമ്പാടിക്ക് വീഡിയോ എഡിറ്ററായിട്ടുള്ള പ്രിയപ്പെട്ട അമ്പാടി എഡ്ജ് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അമ്പാടിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. പത്മചേച്ചി ഇവിടെ എത്തി എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നുണ്ട്. പത്മചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ വളരെ സജീവ സാന്നിധ്യമായി MyFM 99.7 ലൈവിൽ സപ്പോർട്ട് ചെയ്യാറുള്ള പ്രിയപ്പെട്ട പത്മചേച്ചി UAEയിലാണുള്ളത്. ഏറെ സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFMന്റെ ഈ പരിപാടിയിലേക്ക്. അതോടൊപ്പം ജന്മദിനാശംസകൾ നേരാനുള്ളത് ആഗ്നസ് നെപ്പോളിയനാണ്. അത് സ്വന്തമായി ലേഡീസ് ഗാർമെന്റ്സിന്റെയും കുട്ടികളുടെയും ഒക്കെ വസ്ത്രങ്ങളുടെ ഡീലർഷിപ്പ് നടത്തുന്ന ആഗ്നസ് സോഷ്യൽ മീഡിയയിൽ ഒരു വളരെ സജീവ സാന്നിധ്യമാണ്, സുഹൃത്താണ്. ആഗ്നസ് നെപ്പോളിയനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഒരിക്കൽ കൂടി ആ വാർത്ത വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. നടൻ ഷൈൻ ടോം ചാക്കോയും സംഘവും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പിതാവ് CP ചാക്കോ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അപകടത്തിൽ മരിച്ചു. അമ്മയ്ക്കും പഴുക്കുണ്ട്. ഷൈൻ്റെ 2 കൈകളും ഒടിഞ്ഞതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് അടുത്തുള്ള പാൽക്കോട്ട് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ആ ദുഃഖത്തിന്റെ വേദനയിൽ, ആ കുടുംബത്തിന്റെ ആ ഒരു വിഷമത്തിൽ, അച്ഛന്റെ മരണത്തിൽ പല ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് MyFMും മോർണിംഗ് ചിറ്റാറ്റ് എന്ന ഈ പ്രോഗ്രാമും. ഇവിടെ ഷിബിലി എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഷിബിലിയെ സ്വാഗതം ചെയ്യുകയാണ്. കൊട്ടാരക്കരയിലെ വളരെ പ്രിയപ്പെട്ട സഹോദരനാണ്, പൊതുപ്രവർത്തകനാണ്. ഷിബിലിയെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് MyFMന്റെ ഈ ഒരു ലൈവിലേക്ക്. ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, 1984 തീവ്രവാദികളെ തുരത്തുന്നതിന് ഇന്ത്യൻ സേന സുവർണ ക്ഷേത്രത്തിലേക്ക് സൈനികരാക്രമണം നടത്തിയത് ഇതേ ദിവസമായിരുന്നു. ഇന്നലെ അതിന് തീരുമാനമെടുത്ത് കുറിച്ചിട്ടുള്ള വാർത്ത ഇന്നലത്തെ ലൈവിൽ പങ്കുവച്ചിരുന്നു. ഈ ചരിത്ര സംഭവങ്ങളും കൂടി പങ്കുവച്ചുകൊണ്ടാണ് MyFMന്റെ ഈ ലൈവ് മുന്നോട്ട് പോവുക. അതോടൊപ്പം 1993 മംഗോളിയയിൽ ആദ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ്. അതുപോലെ തമിഴിനെ ഉത്കൃഷ്ട ഭാഷയായി ഇന്ത്യയുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം 2004 പ്രഖ്യാപിച്ചതും ഇതേ ദിവസമായിരുന്നു.
മറ്റൊരു മരണം ഇന്നത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് 2007 ഒരു വാഹനാപകടമുണ്ടായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇടുക്കി അങ്കമാലി ഭദ്രാസനാധിപനായിരുന്ന മാർ ദിവാനാസിയോസ് കോട്ടയം ജില്ലയിലെ വാഴൂരിനടുത്ത് വെച്ചുള്ള വാഹനാപകടത്തിൽ മരണമടഞ്ഞ ദിവസം കൂടിയാണെന്ന്. അതേ ദിവസം തന്നെയാണ് ഷൈൻ ടോം ചാക്കയുടെ പിതാവും ഇന്ന് രാവിലെ ഉള്ള ആക്സിഡൻറ്റിൽ തമിഴ്നാട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നത്. നല്ല ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് അറിയിക്കുന്നുണ്ട് പത്മചേച്ചി. തീർച്ചയായും വരും ദിവസങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ MyFMലേക്ക് പങ്കുവെക്കുക. വാർത്തകളും വിശേഷങ്ങളും കൂടുതൽ ചരിത്ര സംഭവങ്ങളും ഒക്കെയായി MyFM നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്ന് വൈകുന്നേരം പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് വായനാമുറിയിൽ റീഡിംഗ് ടൈമിൽ ബഹിയുടെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന രചനകളൊക്കെയായി MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് റൂമിൽ ഞാനാണ് എത്തുന്നത്. തീർച്ചയായും അതുപോലെ നാളെ നാട്ടിൽ പെരുന്നാളാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് നാളെ ഷമ്മി കൊട്ടാരക്കരക്കാരൻ സെലൂട്ടിയും ബാബു സുൽഫീക്കറും ഒക്കെ അവതരിപ്പിക്കുന്ന പരിപാടികളുണ്ടാവും. വേറെയും ലൈവുകളുണ്ടാവും. എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ്സ് അറിയിക്കുന്നതാണ്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സലാലയിലുള്ള അനൂപ്, സുനിൽ KS, ബക്കർ അബ്ദുള്ള, ഷൈജു വിളയിൽ, ആഗ്നസ് നെപ്പോളിയൻ, ഒപ്പം അമ്പാടി എഡ്ജിനെയും ഒപ്പം പ്രവാസ ലോകത്ത് ഇന്ന് ഈദ് ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ MyFMൻ്റെ ലൈവിൽ നിന്ന് വിടവാങ്ങാൻ മുഹമ്മദ് അൻസാരി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഹമ്മദ് അൻസാരിക്ക് ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുകയാണ്. തീർച്ചയായും ഇത്തരത്തിൽ ലൈവിൽ എല്ലാവർക്കും വരികയും ലൈവിൽ ഇൻട്രാക്ട് ചെയ്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. മുമ്പും നമ്മൾ അങ്ങനെയാണ് ഈ ലൈവുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ആളുകളുടെ ബാഹുല്യം കുറഞ്ഞതുകൊണ്ടും വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ സജീവമാകുമ്പോൾ പ്രോഗ്രാം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായും സ്നേഹം അറിയിക്കുകയാണ്. ഷാൻ ബദറുദ്ദീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാൻ ബദറുദ്ദീനെയും സ്നേഹം അറിയിക്കുകയാണ്. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ ജന്മദിനങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കയുടെ അച്ഛൻ കാറപകടത്തിൽ മരിച്ചതിൻ്റെ വാർത്തകളും പങ്കുവച്ചിരുന്നു. ഇന്ന് MyFMൽ നിന്ന് നമ്മൾ ബ്രേക്കിംഗ് ന്യൂസായി തന്നെ ആ സംഭവം നടന്ന് വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ബിനോയ് വിവരം ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം അറിയിച്ചപ്പോൾ തന്നെ ഇവർ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എല്ലാവരെയും ആ ഒരു കുടുംബത്തിൻ്റെ വിഷമത്തോടൊപ്പം ചേരുകയാണ്. അതോടൊപ്പം വരും ദിവസങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ വിവാഹ വാർഷികവും പിറന്നാളുകളും കുട്ടികളുടെ ജന്മദിനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സന്തോഷ നിമിഷങ്ങളും പങ്കുവയ്ക്കുകയും MyFM 99.7 കോവിഡ് കാലത്ത് എങ്ങനെയാണോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ സ്നേഹത്തോടെ ഒന്നായി ചേർത്ത് കൊണ്ടുപോയത്, അതുപോലെ ഇനിയും MyFM നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഏറെ സ്നേഹത്തോടു കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രോഗ്രാമുകളുമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് ചേരാം. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.